ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഐസ്ക്രീമാണ്. ഞാൻ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പൈനാപ്പിൾ വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഈ പൈനാപ്പിളും നമുക്ക് മാംഗോയും കൂടി വെച്ച് പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡും പിന്നെ ആവശ്യത്തിന് ഷുഗറും വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാവേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് പൈനാപ്പിളും മാംഗോയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി നല്ലപോലെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പാലൊഴിച്ചാൽ മതി. പക്ഷേ 1/2 ലിറ്ററിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പാലെടുക്കാം. പിന്നെ നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ഞാൻ ലേശം ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്, മിൽക്ക് മെയ്ഡാണ്, അത് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ മാംഗോയും കൂടെ ചേർത്തിട്ടാണ് അതും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗറാണ്. അത് ആവശ്യത്തിന് നമ്മൾ മധുരം ഇട്ട് കൊടുത്താൽ മതി, ആവശ്യത്തിനുള്ള മധുരം മതി. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കിനി ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് നമ്മൾ 8 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്ത് നാളെ നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ നൈറ്റാണ് വയ്ക്കണമെങ്കിൽ പിറ്റേന്ന് എടുക്കാം, മോർണിംഗിലാണെങ്കിൽ വൈകിട്ട് എടുക്കാം. അപ്പോൾ ഐസ്ക്രീം അപ്പോൾ ശരിയായിട്ട് ഐസ്ക്രീം ആയിട്ട് കിട്ടും. നമുക്ക് ഫ്രീസറിൽ കുറച്ച് നേരം വയ്ക്കണം നമ്മൾ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വന്നാലോ. അപ്പോൾ ഞാൻ ഇത് പൈനാപ്പിൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇത് നമുക്കിനി ഫ്രീസറിൽ 8 മണിക്കൂറെങ്കിലും നമുക്കിത് വയ്ക്കാം. വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ചെറിയ സ്കൂപ്പ് ചെയ്ത് എടുക്കാവേ. നല്ല ഐസായിരിക്കുവാണ്. ഇച്ചിരി നേരം പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ കുറച്ചൊരു കുറച്ചൊന്ന് തണുപ്പ് പോയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ മതി. അപ്പം നോക്കൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ, മാംഗോ, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, കുറച്ച് പാല് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് പൈനാപ്പിളാണ്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കുക. ഇതിപ്പം പൈനാപ്പിളിൽ ചെറിയൊരു കയ്പ്പ് ഉണ്ടാകുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, നോർമലാണ്. നമ്മൾ സാധാരണ ഐസ്ക്രീം കഴിക്കുന്ന പോലെ തന്നെയാണ്. വേറെ ഒരു ടേസ്റ്റിൻ്റെ ഇതുമില്ല. അപ്പം പൈനാപ്പിളും കൂടെ ചേർത്ത് നല്ലപോലെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കുക. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.